നമസ്കാരം. ആരോഗ്യമുള്ള ശരീരത്തിനും തിളക്കമുള്ള ചർമ്മത്തിനും വേണ്ടി നമ്മൾ പല വഴികളും തേടാറുണ്ട്. അടുത്തിടെയായി ഏറെ ശ്രദ്ധ നേടുന്ന ഒരു വാക്കാണ് കൊളാജൻ. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പ്രോട്ടീൻ യുവത്വവും ആരോഗ്യവും നിലനിർത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് കൊളാജൻ? ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് എങ്ങനെ ഉപയോഗിക്കാം? എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എന്ന് നോക്കാം. കൊളാജൻ എന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ്. ചർമ്മം, എല്ലുകൾ, പേശികൾ, രക്തക്കുഴലുകൾ തുടങ്ങിയവയ്ക്ക് ഘടനയും ബലവും ഇലാസ്തികതയും നൽകുന്നത് ഈ കൊളാജൻ ഫൈബറുകളാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലെ കൊളാജിന്റെ ഉൽപ്പാദനം കുറയാൻ തുടങ്ങുന്നു. ഏകദേശം 25-30 വയസ്സ് മുതൽ ഇത് കുറയുകയും 50 വയസ്സാകുമ്പോഴേക്കും ഉൽപ്പാദനം വളരെ കുറഞ്ഞു പോവുകയും ചെയ്യും. ഈ കുറവാണ് പലവിധ ശാരീരിക മാറ്റങ്ങൾക്കും കാരണമാകുന്നത്. ചർമ്മത്തിന് ഇലാസ്തികതയും ഈർപ്പവും നൽകുന്നതിൽ കൊളാജൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ചുളിവുകൾ, നേർത്ത വരകൾ എന്നിവ കുറയ്ക്കാനും ചർമ്മത്തെ കൂടുതൽ മൃദുലവും യുവത്വമുള്ളതുമാക്കാനും സഹായിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തിലുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കാനും ഇതിന് സാധിക്കും. സന്ധികളിലെ കാർട്ടിലേജുകൾക്ക് ബലം നൽകുന്നത് കൊളാജനാണ്. ഇത് സന്ധിവേദന കുറയ്ക്കാനും സന്ധികളുടെ ചലനശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുപോലെ തന്നെ എല്ലുകളുടെ സാന്ദ്രത നിലനിർത്താനും എല്ലുകളെ ബലപ്പെടുത്താനും കൊളാജൻ അത്യാവശ്യമാണ്. നഖങ്ങൾ പൊട്ടുന്നത് തടയാനും അവയെ ശക്തിപ്പെടുത്താനും കൊളാജൻ സഹായിക്കും. മുടിയുടെ ബലം വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഇത് നല്ലതാണ്. പേശികളുടെ വളർച്ചയ്ക്കും കൊളാജൻ പ്രധാനമാണ്. വ്യായാമം ചെയ്യുന്നവർക്ക് പേശികളുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായിക്കും. കുടലിന്റെ ഭിത്തികൾക്ക് ബലം നൽകാനും കൊളാജൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് ബലം നൽകുന്നതിൽ കൊളാജിന് പങ്കുണ്ട്. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഇന്ന് വിപണിയിൽ കൊളാജൻ പൗഡർ, ഗുളികകൾ തുടങ്ങി പലതരം സപ്ലിമെന്റുകൾ ലഭ്യമാണ്. ഹൈഡ്രോളൈസ്ഡ് കൊളാജനാണ് സാധാരണയായി എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇത് വെള്ളത്തിൽ കലർത്തിയോ മറ്റ് പാനീയങ്ങളിലോ ചേർത്ത് ഉപയോഗിക്കാം. നേരിട്ട് കൊളാജിൻ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കുറവാണെങ്കിലും കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ചില ആഹാരങ്ങളുണ്ട്. മൃഗങ്ങളുടെ എല്ലുകൾ ദീർഘനേരം തിളപ്പിച്ച് ഉണ്ടാക്കുന്ന സൂപ്പിൽ സ്വാഭാവികമായ കൊളാജൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി കൊളാജിന്റെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമാണ്. ഓറഞ്ച്, കിവി, ബെറികൾ, ക്യാപ്സിക്കം, തക്കാളി തുടങ്ങിയവ ധാരാളമായി കഴിക്കുക. മുട്ട, ചിക്കൻ, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൊളാജിന്റെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. നട്ട്സ്, സീഡ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയിൽ കാണുന്ന സിങ്കും കോപ്പറും കൊളാജിന്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു. കൊളാജൻ സപ്ലിമെന്റുകൾ പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചിലർക്ക് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് വയറുവേദന, നെഞ്ചിരിച്ചിൽ, വയറു വീർക്കൽ, വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകാം. മത്സ്യം, ഷെൽഫിഷ്, മുട്ട, ബീഫ് തുടങ്ങിയവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കൊളാജിൻ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഭക്ഷണങ്ങളോട് അലർജി ഉള്ളവർക്ക് ചൊറിച്ചിൽ, തിണർപ്പ്, ശ്വാസമുട്ടൽ പോലുള്ള അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകാം. അതിനാൽ സപ്ലിമെന്റുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നിലവാരം കുറഞ്ഞ സപ്ലിമെന്റുകളിൽ ഹെവി മെറ്റൽസ് പോലുള്ള ദോഷകരമായ വസ്തുക്കൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.